നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ വളർച്ചയ്ക്ക് മാനിന്റെ ജീവിത സവിശേഷത ഉൾക്കൊള്ളുന്നത് നല്ലതാണ്. ദൈവത്തെ ആരാധിക്കുവാൻ സാധ്യമല്ലാത്ത ഒരു സാഹചര്യം വന്നപ്പോൾ കോരഹ് പുത്രന്മാർ ആത്മനൊമ്പരത്തോടെ ഉതിർത്ത വാക്കുകൾ 42-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നു. മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു. എൻ്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു. ഞാൻ എപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലുവാനിടയാകും? 42-ാം സങ്കീർത്തനം 1-2 വാക്യങ്ങൾ. മാനിന് പ്രത്യേകതകൾ പലതുണ്ട്. ഒന്ന്, മാനിന്റെ ദാഹത്തെക്കുറിച്ച് നാം പരിശോധിക്കുമ്പോൾ ദൈവത്തിന് വേണ്ടിയുള്ള ആത്മദാഹത്തെ ഉപമിച്ചിരിക്കുന്നത് വെള്ളത്തിനായി ദാഹിക്കുന്ന മാൻപേടയുടെ അനുഭവത്തോടാണ്. വേനൽക്കാലത്ത് നീർച്ചോലകൾ വറ്റി വരളുമ്പോൾ അല്പമെങ്കിലും വെള്ളം ലഭിക്കുന്നിടത്തേക്ക് മാറാൻ തീവ്ര ദാഹത്തോടെ ശീഘ്ര ഗമനം ചെയ്യുന്ന ഒരനുഭവം നാം കാണുന്നു. അതുപോലെയുള്ള തീവ്രമായ അന്തർദാഹമാണ് ദൈവത്തിന് വേണ്ടി മനുഷ്യാത്മാവിന് വേണ്ടത്. ആ ദാഹം തീർക്കുവാൻ ഭൗതിക വസ്തുക്കൾക്കൊന്നും സാധ്യമല്ല. ധനം എത്ര ആർജിച്ചാലും ആത്മാവിൻ്റെ ദാഹം ശമിക്കയില്ല. പദവിയും അധികാരങ്ങളും മനുഷ്യനെ കൂടുതൽ അത്യാഗ്രഹിയാക്കുന്നു. ദാവീദ് പറയുന്നത് ശ്രദ്ധിക്കുക: ദൈവമേ, നീ എൻ്റെ ദൈവം, അതികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും. വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എൻ്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു, എൻ്റെ ദേഹം നിനക്കായി കാക്ഷിക്കുന്നു എന്ന് 63-ാം സങ്കീർത്തനം അതിൻ്റെ ആദ്യ വചനത്തിൽ നാം വായിക്കുന്നു. മാനിന്റെ മറ്റൊരു പ്രത്യേകതയാണ് അതിൻ്റെ കേൾവി ശക്തി. മാനിന്റെ ചെവിക്ക് വെള്ളത്തിന്റെ ഒഴുക്കിന്റെ ശബ്ദം പിടിച്ചെടുക്കുവാൻ പ്രത്യേക കഴിവുകൾ ഉണ്ട്. ലോകത്തിൽ പലതരം ശബ്ദങ്ങൾ ഉണ്ട്. ഇവയുടെ നടുവിൽ ദൈവശബ്ദം കേൾക്കുവാനുള്ള ഉൾക്കാഴ്ച നമുക്കും ഉണ്ടാകണം. അത് അന്തരാത്മാവിൽ ക്രിയ ചെയ്യണം. മാനിന്റെ മറ്റൊരു പ്രത്യേകതയാണ് അതിൻ്റെ ഓട്ടം. മാൻ വെള്ളത്തിന്റെ ശബ്ദം കേൾക്കുക മാത്രമല്ല, വെള്ളം ഉള്ളിടത്തേക്ക് അത് ഓടുകയും അതുപോലെ വചനമാകുന്ന ജലം കുടിക്കുവാൻ ഒരു അന്തർദാഹം നമുക്കുണ്ടാകണം. മാൻ ഗിരികളിലേക്ക് കയറിപ്പോകുന്നത് പോലെ നാം ആത്മീയമായ ഉയരങ്ങളിലേക്ക് കയറിപ്പോകണം. ഹബക്കൂക്ക് ഇങ്ങനെ പറയുന്നു: യഹോവയായ കർത്താവ് എൻ്റെ ബലമാകുന്നു, അവൻ എൻ്റെ കാൽ പേടമാൻ കാൽ പോലെ ആക്കുന്നു, ഉന്നതികളിന്മേൽ എന്നെ നടക്കുമാറാക്കുന്നു. ഹബക്കൂക്ക് 3:19. ശുദ്ധിയുള്ളതും അയവിറക്കുന്നതും കുളമ്പ് പിളർന്നതുമായ മൃഗമാണ് മാൻ. ദൈവം മാനിനെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ശുദ്ധിയുള്ള മൃഗങ്ങളുടെ പട്ടികയിലാണ്. നിങ്ങൾക്ക് തിന്നാകുന്ന മൃഗങ്ങൾ ആവിത്: കാള, ചെമ്മരിയാട്, കോലാട്, കലമാൻ, പുള്ളിമാൻ, കടമാൻ, കാട്ടാട്, ചെറുമാൻ, മലയാട്, കവരിമാൻ. മൃഗങ്ങളിൽ കുളമ്പ് പിളർന്നതും കുളമ്പ് രണ്ടായി പിരിഞ്ഞതും അയവിറക്കുന്നതുമായ മൃഗത്തെ ഒക്കെയും നിങ്ങൾക്ക് തിന്നാം എന്ന് ആവർത്തനം 14-4-6 വരെ നാം വായിക്കുന്നു. ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും നാം പാപികളാണ്. എന്നാൽ യേശുവിൻ്റെ രക്തം നമ്മെ ശുദ്ധീകരിച്ചതുകൊണ്ട് നാം വിശുദ്ധന്മാരുടെ ഗണത്തിലാണ്. മാൻ അയവിറക്കുന്ന മൃഗമാണ്. ദൈവവചനമാകുന്ന പോഷകാഹാരമായ പാൽ കുടിച്ച് നാം വളരണം. മാത്രമല്ല, കേട്ടതും ഗ്രഹിച്ചതുമായ വചനം നാം അയവിറക്കണം. മാനിൻ്റെ കുളമ്പുകൾ പിളർന്നതാണ്. അത് വഴുതി വീഴാതെ അതിനെ ഓടുവാൻ സഹായിക്കും. ജീവിതത്തിൽ നാം വഴുതി വീഴാവുന്ന അനേകം ഇടങ്ങളുണ്ട്. അവിടെ ദൈവമക്കളെ പിടിച്ചു നിർത്തുന്നത് ദൈവകൃപയാണ്.
നാം ഇന്നും വീഴാതെ നിൽക്കുന്നത് ക്രിസ്തു എന്ന പാറയിൽ അടിസ്ഥാനമിട്ടത് കൊണ്ടാണ്. നായാട്ടുകാരൻ മാനിനെ പിടിക്കുവാൻ തക്കം പാർത്ത് നിൽക്കുമ്പോൾ അത് സ്വയം വിടുവിച്ച് രക്ഷപ്പെട്ട് ഓടുവാൻ ഇടയായിത്തീരും. മാൻ നായാട്ടുകാരന്റെ കയ്യിൽ നിന്നും പക്ഷി വേട്ടക്കാരന്റെ കയ്യിൽ നിന്നും എന്ന പോലെ നീ നിന്നെ തന്നെ വിടുവിക്ക എന്ന് സദൃശവാക്യം 6:5 നാം വായിക്കുന്നു. നായാട്ടുകാരനായ സാത്താന്റെ തന്ത്രങ്ങളെ നാം അറിയാതെ പോകരുത്. പ്രലോഭനങ്ങളിൽ നിന്നും ഓടി അകലണം. തർക്കങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കണം. അത്യുന്നതന്റെ മറവിൽ അവന്റെ ചിറകിൻ കീഴിൽ നാം അഭയം കണ്ടെത്തണം. ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല എന്ന് നാം അറിയുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു. ദുഷ്ടൻ അവനെ തൊടുന്നതുമില്ല എന്ന് 1 യോഹന്നാൻ 5:18 നാം വായിക്കുന്നു. മറ്റൊരു പ്രത്യേകതയാണ് മാനിൻ്റേത്. അത് മനോഹാരിതയുടെ പ്രതീകമാണ്. കലമാൻ, പുള്ളിമാൻ, കടമാൻ, ചെറുമാൻ, ഇങ്ങനെ ഒത്തിരി വിഭാഗങ്ങൾ മാനിൽ ഉണ്ടെന്ന് നമുക്കറിയാം. ഇവയെല്ലാം കാണുവാൻ ചന്തമുള്ളവയാണ്. ഇവ ഒരു ക്രൂര മൃഗമല്ല. വന്യമൃഗങ്ങൾ മാനിനെ എപ്പോഴും വേട്ടയാടും. എന്നാൽ വന്യമൃഗങ്ങൾ വംശനാശം നേരിടുമ്പോൾ മാൻകൂട്ടം എണ്ണത്തിൽ പെരുകിക്കൊണ്ടിരിക്കുന്നു. അലറുന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് നോക്കി സാത്താൻ സുവിശേഷത്തെ തകർക്കുവാൻ ശ്രമിക്കും തോറും സുവിശേഷം ലോകത്തിൻ്റെ നാനായിടങ്ങളിലും വ്യാപിച്ച് ദൈവമക്കൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. മനോഹരമായ മാൻപേടയെപ്പോലെ ആത്മീയ ജീവിതത്തിൽ ദൈവകൃപയാൽ മുന്നേറി യേശുവിൻ്റെ നിത്യ മണവാട്ടിമാരായി നമുക്കും മാറാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.